ഹലോ ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നു? ഞാനും സുഖമായിരിക്കുന്നു. നാട്ടിലായതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് കുറേ നേച്ചറിൻ്റെ ഒക്കെ വീഡിയോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷേ സമയം കിട്ടുന്നില്ല. എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പന്തലൊക്കെ എടുക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ വന്നു. കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ രാവിലെ നേരത്തെ എണീറ്റു. ബാംഗ്ലൂർ എണീക്കുന്നത് തന്നെ എണീറ്റ് കുറച്ച് എക്സസൈസൊക്കെ ചെയ്തു. കാരണം 2-3 ദിവസമായിട്ട് വെറും നോൺ വെജ് തന്നെ തിന്നുമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് മടുത്തു. അപ്പോൾ ഇവരെല്ലാവരും രാവിലെ പള്ളിയിൽ പോയായിരുന്നു കേട്ടോ. നമ്മുടെ കല്യാണപ്പെണ്ണും പിന്നെ എൻ്റെ ചേച്ചിയും ചേട്ടനും എല്ലാവരും. അപ്പം ഞാനാണ് ഇവിടെ നിന്ന് സ്റ്റൂ വെച്ചത്. നല്ല നമ്മുടെ ബാംഗ്ലൂർ സ്റ്റൈൽ നല്ല സൂപ്പറാണെന്ന് എല്ലാവരും കഴിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാൻ കഴിക്കുന്നില്ല. ഞാൻ ഓട്സ് വാങ്ങിച്ചിട്ട് പിന്നെ ചീനിക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചു. ചീനിക്കിഴങ്ങ് നല്ലതാണല്ലോ, അതിനോട് കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ അവിടെ ഡയറ്റ് ചെയ്തിരുന്നിട്ടുണ്ടല്ലോ. എനിക്ക് അവിടെ ആകുമ്പോൾ നല്ലപോലെ എനിക്ക് നേച്ചർ പോകാം. ഇവിടെ വന്ന് ഫുഡ് ചേഞ്ച് ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര കഷ്ടമായി. അപ്പം ഞാൻ പോയി ഓട്സും ചീനിക്കിഴങ്ങും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഇച്ചിരി ചോറ് കഴിക്കും തോന്നുന്നു, എനിക്ക് തോന്നുന്നില്ല. ചീനിക്കിഴങ്ങുണ്ട്, അത് കഴിക്കും. അപ്പോൾ ഇവരെല്ലാം പള്ളിയിൽ പോയിട്ട് വന്ന് ഫുഡ് കഴിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ കല്യാണ വീഡിയോ ഒക്കെ എൻഗേജ്മെൻറ്റ് വീഡിയോ ഒക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് എഡിറ്റൊക്കെ ചെയ്യാനോട് എവിടെയാണെന്ന് അറിയില്ല. കാരണം ഒത്തിരി വീഡിയോ പിടിച്ചിട്ട് എവിടെയാണെന്ന് അറിയില്ല. അതൊക്കെ ഇന്ന് നോക്കിയിട്ട് എല്ലാം എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടോ മുഖമൊക്കെ കഴുകി ബ്രഷൊക്കെ ചെയ്താണ്, അടുക്കള നിന്നുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓടി വന്നാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം. ഞാനിപ്പോൾ ഇല്ലേ ചീനിക്കിഴങ്ങൊക്കെ വന്നിട്ടുണ്ട്. ചീനിക്കിഴങ്ങ് വേണം. എനിക്ക് ദോശ വേണ്ട. എന്താ ചേച്ചി ഞാൻ ചീനിക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചേ. അപ്പോൾ പറയും എനിക്ക് ഒരെണ്ണം തരണേന്ന്. ഞാൻ തന്നെ പുഴുങ്ങാൻ വെച്ചിരിക്കുന്നത്. അല്ല, ഒരു 10-30 എണ്ണം ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഇന്ന് ഞാനാണ് സ്റ്റൂ വെച്ചത്. നല്ല സൂപ്പർ കാഷ്യൂ ഒക്കെ ഇട്ട് അടിപൊളിയാണെന്നും പറഞ്ഞ് എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ. കല്യാണപ്പെണ്ണ് കണ്ട എൻ്റെ ചേച്ചി മൂലയ്ക്ക് സംസാരിക്കുവാണേ. പഴം ആർക്കും വേണ്ട. എന്തോഷം കിഴങ്ങ് ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാവരും അപ്പമൊക്കെ കഴിച്ചു. പാവമായ ഞാൻ നമ്മുടെ ചീനിക്കിഴങ്ങാണ് കഴിക്കുന്നത്. ഞാനിവിടെ പറഞ്ഞേ കല്യാണം കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ ക്ലീനിങ് ഒക്കെ നടക്കുകയാണ് കേട്ടോ. പുറത്ത് അടിയും ബഹളവും ഒക്കെയാണ്. പാത്രം എല്ലാം കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഈ പുറമൊക്കെ കുറേ പൊടിയൊക്കെ ഇല്ല, അതൊക്കെ തെളിച്ച് കഴിഞ്ഞിട്ട് വേണം ഓരോന്ന് ശരിയാക്കി തരാൻ. പിന്നെ 2 ദിവസം നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞാനേ രാവിലെ കുറച്ച് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ പണിയായതുകൊണ്ട് അത് കട്ട് ചെയ്ത് ഇപ്പം ഞാൻ കുറച്ച് കിടന്നു ഉറങ്ങിയില്ല കേട്ടോ. ഒരു വീഡിയോ ഉണ്ടായിരുന്നു, കല്യാണ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്ത് ഞാൻ സത്യം പറഞ്ഞാൽ മടുത്തു. വീഡിയോ എവിടെയൊക്കെ കിടക്കുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ എടുത്ത് എഡിറ്റ് ചെയ്ത് എനിക്ക് ഒരു പരുവമായി. അയ്യോ, കൂടെ വേർതിരിക്കും. നിങ്ങൾ കണ്ടോ? നമ്മുടെ നാട്ടിലെ നല്ല ചൂടാണ് കേട്ടോ. ഇവിടെ നല്ല ചൂടാണ്. അയ്യോ, ഞാൻ അതുകൊണ്ട് പുറത്തേ ഇറങ്ങിയിട്ടില്ല. ഞാൻ കുളിക്കാൻ വേണ്ടി തുടങ്ങുമായിരുന്നു. കുളിക്കണം എന്ന് വിചാരിക്കും. കുളിക്കണോ ഇപ്പോൾ കുളിക്കണം പിന്നെ കുളിക്കണം. കാരണം ലേറ്റായിട്ട് കുളിച്ച് കഴിയണം, നമുക്ക് നല്ലപോലെ ഉറങ്ങാമല്ലോ. ഇന്നലെ നല്ലപോലെ ഉറങ്ങി. മിനിയാന്ന് നമ്മൾ കല്യാണ തിരക്കായതുകൊണ്ട് ആരും ഉറങ്ങിയില്ല. എവിടെ കിടക്കുന്ന കൺഫ്യൂഷനാണ്. ഞങ്ങൾ ഇങ്ങോട്ട് ഓടുന്നു, ആ പാ വലിക്കുന്നു, ഈ ബെഡ് വലിക്കുന്നു, എല്ലാവരുടെ മുകളിൽ എവിടേക്കോ നിങ്ങൾ കിടന്നു. അതും നല്ല സുഖമല്ലേ കല്യാണ വീട്ടിലല്ലേ. ഇടയില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പായ എടുത്തോടുന്നു, അല്ലെങ്കിൽ പറയും എനിക്ക് തലയണ വേണമെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ഓരോന്നും നമ്മൾ കൈക്കിലാക്കും നേരത്തെ അല്ലേ. അതിനെന്താ പറയുക, 4 മണിയായപ്പോഴേയും കല്യാണപ്പെണ്ണ് ഒരുക്കാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ എന്നെ വിളിച്ചുണർത്തി. അപ്പോൾ പിന്നെ അധികം ഉറങ്ങാൻ പറ്റിയില്ല. അവരോട് ചായ കുടിക്കുന്നുണ്ടാണ്. എനിക്ക് ചായ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു.
അപ്പോൾ ഇന്ന് ചെറിയ വീഡിയോ ഉള്ളൂ, കാരണം ലെങ്തുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഞാനേ കല്യാണ വീഡിയോ ഞാൻ പറഞ്ഞില്ല, എൻഗേജ്മെൻറ്റ് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് മടുത്തിട്ട് ഇട്ടിട്ട് ഞാൻ പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്തതാണ്.